ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളേവരും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചിയുടെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് കടക്കാം. അതിനുമുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ഒന്നും ചെയ്തു വെച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെച്ചോളൂ കേട്ടോ. അതോടൊപ്പം മാക്സിമം എല്ലാവരും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒരു ലൈക്കും കൂടി അടിച്ചിട്ട് നമ്മുടെ വീഡിയോ കാണാൻ വേണ്ടി ശ്രമിക്കണേ. അപ്പൊ നേരെ വിശേഷത്തിലേക്ക് തന്നെ കടന്നാലോ. അങ്ങനെ നമ്മുടെ ശരത്തിനെ കൊണ്ടാക്കാൻ വേണ്ടി, അതായത് ആരും കാണാതെ പോലീസ് പിടിക്കാതെ ഒരു ഒളിത്താവളം വേണമല്ലോ. അപ്പം അങ്ങനെ ഒരു സ്ഥലത്തേക്ക് സച്ചി രേവതിയും കൂടെ കൊണ്ടാക്കുകയാണ്. അത് വേറെ ആരുടെയും വീടല്ല, അത് നമ്മുടെ മഹേഷിന്റെ വീടാണ് കേട്ടോ. സച്ചിയുടെ സ്വന്തം കൂട്ടുകാരൻ മഹേഷിന്റെ വീടാണ്. അവിടെ ചെന്ന് നമ്മുടെ ശരത്തിനെ ഇറക്കി. അപ്പോഴത്തേക്കും മഹേഷിന്റെ ഭാര്യയും കൂടെ ഇറങ്ങി വന്നു. എന്നിട്ട് എന്താണ് ഉണ്ടായ സംഭവം എന്നൊക്കെ ഇങ്ങനെ മഹേഷ് വിശദീകരിച്ച് ചോദിച്ചപ്പോഴേക്കും വളരെയധികം വിശദീകരിച്ച് തന്നെ നമ്മുടെ സച്ചി കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇവൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല, ഇവൻ തെറ്റ് ചെയ്തിട്ടുണ്ട്, തെറ്റല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ഇവന്റെ ഈ സാഹചര്യത്തിൽ ഇപ്പം ഇവനെ പോലീസിനെ വിട്ടുകൊടുത്തു കഴിഞ്ഞാൽ ഇവന്റെ ഭാവി, ഇവന്റെ എക്സാം, അങ്ങനെ ഇവന്റെ കുടുംബം എല്ലാം കുട്ടിച്ചോറാകും. അതുകൊണ്ട് എന്താ ചെയ്യേണ്ടത്? ഇപ്പൊ മാക്സിമം എനിക്ക് ഇവനെ ഒളിപ്പിച്ച് നിർത്താനേ പറ്റത്തുള്ളൂ. ഈ കേസ് എങ്ങനെയെങ്കിലും കേസാകാതെ പിൻവലിക്കണം. അത് എൻ്റെ അമ്മ വിചാരിക്കണം. അതിന് ഞാൻ എന്തെങ്കിലുമൊക്കെ ചെയ്തോളാം. അമ്മ വിചാരിച്ചു കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമില്ല. പക്ഷെ അമ്മേനെ കൊണ്ട് സമ്മതിപ്പിക്കുക എന്നത് വളരെയധികം ബുദ്ധിമുട്ട് ഉള്ള കാര്യമാണ്. നിനക്കറിയാലോ എൻ്റെ അമ്മയുടെ സ്വഭാവം എന്ന് പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ മഹേഷ് പറഞ്ഞു, അറിയാടാ, നീ വിഷമിക്കൊന്നും വേണ്ട. എന്തിനാ വിഷമിക്കുന്നത്? ചേർത്തെ, നീ ഇങ്ങ് പോരെ. ഇതിനകത്ത് നിന്നെ ആരും വന്ന് പിടിച്ചോണ്ട് പോകത്തൊന്നുമില്ല. നീ ധൈര്യമായിട്ട് ഇതിനകത്ത് ഇരുന്നോ. പിന്നെ രേവതിയും പേടിക്കണ്ടാട്ടോ. രേവതി, നീയും സമാധാനമായിട്ടിരുന്നോ. ഒരിക്കലും ശരത്തിനെ എന്റെ വീടിനകത്തുനിന്ന് വന്ന് ഒരു പോലീസോ പട്ടാളമോ കൊണ്ടുപോകത്തില്ല. അത് ഞാൻ ഉറപ്പ് തരുകയാണെന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഒരുപാട് നന്ദിയുണ്ട് മഹേഷ് ഏട്ടാ. എനിക്കറിയില്ല എങ്ങനെ നന്ദി പറയണമെന്ന്. അപ്പോഴത്തേക്കും നമ്മുടെ മഹേഷിന്റെ ഭാര്യ അവിടെ നിൽപ്പുണ്ടായിരുന്നു. ഭാര്യയും പറഞ്ഞു, അതെ രേവതി, നന്ദി വാക്കുകളൊന്നും വേണ്ട കേട്ടോ. ഞങ്ങൾക്ക് എന്തൊക്കെ ഉപകാരമാണ് സച്ചി ചെയ്തു തന്നിരിക്കുന്നതെന്ന് അറിയാമോ? അതിന്റെ ഒന്നും മുമ്പില് ഇതൊന്നും അല്ല. അപ്പൊ അതുകൊണ്ട് നീ പേടിക്കണ്ട. നിന്റെ അനിയൻ ഇവിടെ സുരക്ഷിതനായിരിക്കും, ഒരു പ്രശ്നവും ഇല്ല. ഞങ്ങൾ അവനെ പൊന്നുപോലെ നോക്കിക്കോളാം. നീ ധൈര്യമായിട്ട് ഇവിടെ നിന്ന് പൊക്കോ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും നന്ദിയുണ്ട് എന്ന് പറഞ്ഞ് ഇങ്ങനെ കൈകൂപ്പി നമ്മുടെ രേവതി നിൽക്കാം. വല്ലാത്തൊരു, എന്താ പറയാ, നമ്മുടെ രേവതിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് ഒന്നും അറിയത്തില്ലാത്ത ഒരു അവസ്ഥ. അങ്ങനെ രേവതി ഭയങ്കരമായിട്ടും വിഷമിച്ച് അവരോട് ഒരു താങ്ക്സ് ഒക്കെ പറയുന്നുണ്ട്. ഇപ്പൊ മഹേഷ് പറയുന്നുണ്ട്, താങ്ക്സ് ഒന്നും വേണ്ട. എന്റെ ഭാര്യ പറഞ്ഞതുപോലെ എനിക്ക് ഒരുപാട് കടപ്പാടുണ്ട് സച്ചിയോട്. അവൻ എന്നെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. ഞങ്ങൾ തമ്മിൽ രണ്ടല്ല, ഈ ഭാര്യയും ഭർത്താക്കന്മാരും ഒന്നാ എന്നൊക്കെ പറയുന്നത് പോലെ ഞാനും എന്റെ കൂട്ടുകാരൻ സച്ചിയും ഒന്ന് തന്നെയാ. ഞങ്ങള് ഒരു മനസ്സ് തന്നെയാ. ഞങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും എന്തെങ്കിലും വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ മനസ്സറിഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിക്കും. അത് ഞങ്ങളുടെ ഒരു ഇതായി പോയി. ഞങ്ങളത് ചെറുപ്പം മുതലേ ഞങ്ങൾ ഒന്നിച്ച് കളിച്ച് വളർന്ന് ഇത്രയും വരെ ആയി. അവൻ എന്ത് വന്നാലും എനിക്ക് വേണ്ടി ചത്ത് കിടന്ന് അവൻ ഓടുന്നതാണ്. അതുപോലെ തന്നെ അവൻ എന്ത് വന്നാലും ഞാൻ പിന്നെ സഹായിച്ചില്ലേ, കൂട്ടുകാരനാന്നും പറഞ്ഞിട്ടിരുന്നിട്ട് എന്താടാ കാര്യം? ധൈര്യമായിട്ട് പൊക്കോളൂ എന്ന് പറയാം. അങ്ങനെ ശരത്താണെങ്കിലും വല്ലാത്തൊരവസ്ഥ. ശരത്തിന്റെ കയ്യിൽ ഫോൺ ഉണ്ടായിരുന്നു. സച്ചി ശരത്തിന്റെ ഫോൺ മേടിച്ചിട്ട് പറഞ്ഞു, എടാ മോനെ ശരത്തെ, ഈ ഫോൺ നീ ഓണാക്കിയിട്ടില്ലല്ലോ. ഇല്ല സച്ചേട്ടാ, ഈ ഫോൺ ഓഫാ. ഈ ഫോൺ ഓണാക്കണ്ട കേട്ടോ. ഒരു കാര്യം ചെയ്യും മഹേഷ്, ഇത് നിന്റെ കയ്യിൽ ഇരിക്കട്ടെ. ഈ ഫോൺ നിന്റെ കയ്യിൽ ഇരുന്നാൽ മതി. ഇത് ഓണാക്കി കഴിഞ്ഞ് ചിലപ്പോൾ അതിന്റെ ലൊക്കേഷനൊക്കെ തപ്പി കണ്ടുപിടിച്ച് പോലീസ് വരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഇത് ഓഫാക്കി വെച്ചേരെ, ഇത് ഓണാക്കുക ചെയ്യരുത്. നീ സേഫ് ആണ് ഇവിടെ, നീ പേടിക്കൊന്നും വേണ്ട. എല്ലാം സേഫ് ആക്കിയിട്ട് ഈ സച്ചേട്ടൻ വരത്തുള്ളൂ, നിന്നെ ഇവിടുന്ന് കൊണ്ടുപോകാനായിട്ടെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ ശരത്ത് കൈകൂപ്പിട്ട് പറയാ, വേണ്ട സച്ചേട്ടൻ വെറുതെ ഈ കേസിന്റെ പുറകെ നടന്ന് നാറണോ? ഞാൻ ജയിലിലോ പോലീസ് സ്റ്റേഷനിലോ കോടതിയിലോ എവിടെ വേണമെങ്കിലും കയറിക്കോളാം, പോലീസിന്റെ മുമ്പിൽ ഹാജരായിക്കോളാം. വെറുതെ എല്ലാവർക്കും ഞാൻ കാരണം ഒരു ബുദ്ധിമുട്ട്. എന്താ പറയുന്നത് ശരത്തെ, നീ കാരണം ഒരു ബുദ്ധിമുട്ടോ? നിന്റെ സ്വന്തം ഏട്ടനല്ലേടാ ഞാന്. അപ്പം നിന്നെ രക്ഷിക്കേണ്ടത് എന്റെ കടമയല്ലേടാ? ആ കടമയാണ് ഞാൻ ചെയ്യുന്നത്. ഇതൊരിക്കലും നീ ഒരു സഹായമായിട്ടോ അല്ലെങ്കിൽ ഞാൻ നിനക്ക് ചെയ്യുന്ന ഒരു ഉപകാരമായിട്ടോ ഒന്നും കാണണ്ട. ഇതെന്റെ കടമ. നീ എന്റെ സ്വന്തം അനിയനാ, എന്റെ ഭാര്യയുടെ അനിയൻ. അപ്പൊ നീ എന്റെ സ്വന്തം അനിയനല്ലേ? എന്റെ അനിയൻ ശ്രീകാന്തിന് ഇങ്ങനെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് സഹിക്കാൻ പറ്റുമോ? ഒരിക്കലും ഇല്ല. അതുപോലെയൊക്കെ തന്നെയുള്ളൂ. നീ വിഷമിക്കാതെ ഇരിക്കുക ശരത്തെ. നീ ഒരു കാര്യം ചെയ്യ, മഹേഷിന്റെ കൂടെ അകത്തേക്ക് കയറിപ്പോ. ഞങ്ങൾ ഏതായാലും പോട്ടെ. വീട്ടിൽ ചെന്ന് എങ്ങനെയെങ്കിലുമൊക്കെ പറഞ്ഞ് കേസ് കൊടുക്കാത്ത രീതിയിലാക്കി തീർക്കണം. അതെന്തെങ്കിലുമൊക്കെ ഞങ്ങൾ ചെയ്തോളാം, കയറിപ്പൊക്കോന്ന് പറഞ്ഞു. അങ്ങനെ നമ്മുടെ രേവതി, ശരത്തെ മോനെ നീ കയറിപ്പൊക്കോ, പേടിക്കണ്ട കേട്ടോ. സച്ചേട്ടനും രേവതിച്ചിക്ക് നിന്റെ കൂടെ ഉണ്ട്. നിന്റെ മനസ്സിൽ വേറെ വിഷമങ്ങളൊന്നും വേണ്ട കേട്ടോ. അമ്മയും ദേവും ഒക്കെ നീ വരുന്നത് പ്രതീക്ഷിച്ചിട്ട് അവിടെ നോക്കിയിരിക്കുക. അവർക്കൊരിക്കലും നിന്നോട് വെറുപ്പോ ദേഷ്യമൊന്നുമില്ല. അങ്ങനെ അവർക്ക് നിന്നെ വെറുക്കാനോ നിന്നെ തള്ളിക്കളയാനോ ഒന്നും പറ്റില്ലടാ. നീ എന്ത് തെറ്റ് ചെയ്താലും എന്നും നിന്റെ കൂടെ നിൽക്കാൻ എൻ്റെ അമ്മയും ഞാനും
അതുപോലെ ദേവു ഒക്കെ കാണും. പക്ഷെ തെറ്റ് അതൊരിക്കലും നീ ഇനി ചെയ്യരുത്. ഇല്ല രേവതി ചേച്ചി, തെറ്റ് ചെയ്യില്ല. പറഞ്ഞല്ലോ, അന്ന് ഞാനിത് എന്റെ മനസ്സിലെ വാശിയും വൈരാഗ്യവും പിന്നെ ആ ആന്റണി ചേട്ടനും കൂടെ പറഞ്ഞിട്ടാ അവനാ ഇതിനെല്ലാത്തിനും കാരണം. ഏതായാലും ഇനിയിപ്പോ അതിനെക്കുറിച്ചൊന്നും ഓർക്കണ്ട, മോനകത്ത് കയറിപ്പോന്ന് പറയാ. അങ്ങനെ രേവതിയും സച്ചിയും കൂടെ വണ്ടി എടുത്തോണ്ട് നേരെ ചന്ദ്രോദയത്തിലേക്ക് പോവാണ്. അങ്ങനെ അവർ വണ്ടിയിൽ ഇരുന്ന് പോകുമ്പോഴത്തേക്കും നമ്മുടെ രേവതി ഒരു ചെറിയൊരു ബോക്സ് സച്ചിയുടെ കയ്യിൽ കൊടുക്കാം. അപ്പൊ സച്ചി വെച്ച് ഇതെന്താ? അത് പിന്നെ സച്ചേട്ടാ, ഇത് ചെറിയൊരു ഫോണോ? ഇതെന്തിനാ ഇപ്പം? അല്ല, സച്ചേട്ടന്റെ ഫോൺ നഷ്ടപ്പെട്ടല്ലോ സച്ചേട്ടന്റെ ആ പഴയ നമ്പർ തന്നെ നമുക്ക് എടുക്കാൻ പറ്റുന്ന പറഞ്ഞത്. അപ്പൊ ആ നമ്പർ ഇടാൻ വേണ്ടി ഒരു ഫോൺ വേണ്ടേ? ഇത് സർപ്രൈസ് ആയിട്ട് നമ്മുടെ റൂമിൽ വെച്ച് ഒരുപാട് സന്തോഷത്തോടു കൂടി സച്ചേട്ടന്റെ കൈ തരണം എന്നൊക്കെ ഞാൻ കരുതിയത്. പക്ഷെ അതിന് സാധിച്ചില്ല. സാഹചര്യം ഇതായി പോയില്ലേ. സാഹചര്യം ഇതായി പോയി. എന്തിനാ രേവതി നീ വെറുതെ ഇത്രയും പൈസയൊക്കെ മുടക്കി വെറുതെ കഷ്ടപ്പെട്ട് ഇപ്പൊ ഈ ഫോൺ മേടിക്കേണ്ട വല്ല ആവശ്യം ഉണ്ടായിരുന്നു നിനക്ക്? നീ ഒരു സെക്കൻഡ് ഹാൻഡ് ഫോൺ വല്ലതും മേടിക്കത്തില്ലായിരുന്നോ? അതിന്റെ ആവശ്യമൊന്നുമില്ല. ഇതെന്തോ എനിക്ക് സച്ചേട്ടന്റെ വിഷമം കണ്ടപ്പോൾ ഒരുപാട് സങ്കടം തോന്നി. അപ്പൊ ഞാനിത് മേടിച്ചതാ. പക്ഷെ ആ ഫോണിനകത്ത് ഇങ്ങനെ ഒരു വീഡിയോ ഉണ്ടായിട്ടാ എന്റെ സച്ചേട്ടൻ വിഷമിക്കുന്നതെന്ന് ഞാൻ കരുതിയില്ലല്ലോ സച്ചേട്ടൻ അന്ന് അവന്റെ കൈ തല്ലി ഒടിച്ചതും ഇതിനായിരുന്നു എന്ന് എനിക്ക് അറിയില്ലായിരുന്നു സച്ചേട്ട. ഒരുപാട് സോറി സച്ചേട്ട. ഒരിക്കലും ഞാൻ കരുതിയില്ല സച്ചേട്ടൻ ഞാൻ അന്ന് എന്തൊക്കെയോ പറഞ്ഞു. സച്ചേട്ടൻ ഞാൻ വെറുത്തു. സച്ചേട്ടനോട് മിണ്ടാതെ നടന്നു. എൻ്റെ അനിയന്റെ കൈ തല്ലി ഒടിച്ചതിൽ ഒരുപാട് ദേഷ്യം ഞാൻ കാണിച്ചു. എല്ലാത്തിനും എന്നോട് ക്ഷമിക്കണം സച്ചേട്ടാ. എന്റെ പൊന്നു രേവതി, നിർത്തുന്നുണ്ടോ? ഇനി അതിനെക്കുറിച്ചൊന്നും പറയേണ്ട ഒരു ആവശ്യമില്ല. ഇതൊക്കെ എനിക്ക് നേരത്തെ അറിയാവുന്ന കാര്യമായിരുന്നു. അതെ, നീയും നിന്റെ വീട്ടുകാരും വിഷമിക്കാൻ പാടില്ല. അവന്റെ ഭാവി നശിച്ചു പോകാൻ പാടില്ല. അതുകൊണ്ടല്ലേ ഞാൻ ആ വീഡിയോ ആർക്കും കൈമാറാതെ ഇത്രയും നാളും എന്റെ ഫോണിൽ സേവ് ചെയ്ത് വെച്ചോണ്ട് നടന്നത്. പിന്നെ ഒരു അബദ്ധം പറ്റിപ്പോയി. അത് ആ ഫോണിൽ നിന്ന് മാറ്റണമായിരുന്നു. അത് ഞാൻ കരുതിയില്ല. എന്റെ സ്വന്തം ഫോണല്ലേ, എന്റെ കയ്യിൽ നിന്ന് അത് വേറെ അങ്ങോട്ടേക്ക് പോകാനാ. പക്ഷേ രേവതി, എന്തോ ഉണ്ട് ഇതില്. എന്റെ ഫോണ് മനഃപൂർവ്വം തന്നെയാണ് ആരോ എടുത്തിട്ടുള്ളത്. കാരണം ഈ വീഡിയോയ്ക്ക് വേണ്ടി തന്നെ. അതുകൊണ്ടാണല്ലോ ഈ വീഡിയോ ഫോൺ കാണാതെ പോയതിന്റെ അന്ന് തന്നെ ലീക്കായത്. അപ്പം ആരോ മനഃപൂർവ്വം ചെയ്ത പരിപാടിയാ. സച്ചേട്ടാ, എനിക്കും അങ്ങനെ തോന്നുന്നുണ്ട്. ഇതാരോ മനഃപൂർവ്വം സച്ചേട്ടനെ ചതിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ നമ്മുടെ വൈരാഗ്യക്കാര്, അല്ലെങ്കിൽ എന്റെ വൈരാഗ്യക്കാര്, അങ്ങനെ ആരോ ചെയ്തത്. എനിക്കൊരു സംശയം, ഇത് നമ്മുടെ ആന്റണി തന്നെ ആയിരിക്കുമോ ചെയ്തിട്ടുണ്ടായിരിക്കുക? അവനാകാൻ യാതൊരു ചാൻസും ഇല്ല. എന്റെ കയ്യിൽ നിന്ന് അവൻ ഫോൺ എടുത്തോണ്ട് പോയിട്ടില്ല, അത് ഉറപ്പാ. അവൻ ഇത് ചെയ്യത്തില്ലെന്നേ. ഇത് വേറെ ആരോ തന്നെയാ. നമ്മളെ അറിയുന്നേ, നമ്മളെ വേണ്ടപ്പെട്ടവര്, എന്നെ നന്നായിട്ട് അറിയുന്നവര്, അവരിലാരോ ഒരാളാ ഈ ഫോൺ എന്റെ കയ്യിൽ നിന്ന് അടിച്ചു മാറ്റിയിട്ടുള്ളത്. അതുകൊണ്ട് നമുക്കിത് അന്വേഷിച്ച് തന്നെ കണ്ടുപിടിക്കണം. അല്ല, വീട്ടിൽ ചെല്ലുമ്പോൾ അമ്മയുടെ അവസ്ഥ, വീട്ടിൽ ചെല്ലുമ്പം അമ്മയുടെ അവസ്ഥ എന്നല്ല കേട്ടോ, സോറി, അമ്മയുടെ പ്രതികരണം, അതുപോലെ അച്ഛന്റെ മുഖത്തേക്ക് ഞാൻ എങ്ങനെ നോക്കും, എല്ലാം കൊണ്ടും എനിക്ക് വീട്ടിലേക്ക് പോരാൻ തോന്നുന്നില്ല സച്ചേട്ടാ. നീ പേടിക്കൊന്നും വേണ്ട. നീ എന്ത് തെറ്റ് ചെയ്തു? നീ ഒരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ. നിന്റെ അനിയൻ തെറ്റ് ചെയ്തെന്ന് പറഞ്ഞുകൊണ്ട് നീ എന്തെങ്കിലും തെറ്റ് ചെയ്തോ? എന്താ രേവതി ഇത്? പേടിക്കണ്ടെന്ന് പറഞ്ഞില്ലേ? ഒരു പേടിയും വേണ്ട രേവതി, നീ ധൈര്യമായിട്ട് എന്റെ കൂടെ വന്നോളൂ എന്ന്. ഏതായാലും അവര് കാറിൽ ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് പോവാണ്. ഈ ഒരു സമയം കാണിക്കുന്നത് ചന്ദ്രോദയമാണ്. ചന്ദ്രോദയത്താണെങ്കിൽ ഇത് വലിയൊരു ചർച്ചാ വിഷയം തന്നെ ആക്കിക്കൊണ്ടിരിക്കുക. അവളിങ്ങ് വരട്ടെ, അവൾ ആരായിരുന്നായിരുന്നു നിങ്ങളുടെ വിചാരം, അവൾ എന്തായിരുന്നായിരുന്നു നിങ്ങളുടെ വിചാരം. അപ്പോഴത്തേക്കും നമ്മുടെ വർഷയും ശ്രീകാന്തും ഒക്കെ വന്നു കേട്ടോ. വർഷ പറഞ്ഞു, ഒരിക്കലും ഞാനിത് പ്രതീക്ഷിച്ചില്ല കേട്ടോ. എങ്കിലും ആ ചെറുക്കൻ ഇങ്ങനെയൊക്കെ ചെയ്തല്ലേ, അതും സ്വന്തം ചേച്ചിയുടെ വീട്ടിൽ നിന്ന് തന്നെ പണം മോഷ്ടിക്കാന്ന് പറഞ്ഞാല്. ശ്രുതി പറഞ്ഞു, അവൻ ഇതിനു മുമ്പ് എന്തൊക്കെ മോഷ്ടിച്ചിരിക്കുന്നു, ബൈക്ക് മോഷ്ടിച്ചിരിക്കുന്നു, വേറെ ഒരു പ്രാവശ്യം കണ്ട് ഇവിടെ വന്ന് പണം മോഷ്ടിച്ചിരിക്കുന്നു, ഇങ്ങനെ പലതവണ അവൻ എന്തൊക്കെയോ മോഷ്ടിച്ചിട്ടുണ്ട്. രേവതിയുടെ കുടുംബത്തിലെ അത്രയ്ക്ക് ശരിയൊന്നും അല്ല. ആ കുടുംബം മൊത്തമേ പോക്ക് കേസാ. അവിടെ ചുമ്മാ ഓരോരോ പ്രശ്നങ്ങൾ തന്നെയാണ്. അവളുടെ അച്ഛൻ തന്നെ ആത്മഹത്യ ചെയ്തത് ഇവൻ ബൈക്ക് മോഷ്ടിച്ചിട്ട് അങ്ങാണ്ടല്ലേ. ആണോ? അങ്ങനെയൊക്കെ ഉണ്ടല്ലേ എന്ന് വർഷ. അപ്പോൾ ശ്രീകാന്ത് പറഞ്ഞു, നമ്മൾ എന്തിനാ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നത്? ആ പയ്യൻ ചെയ്തത് ഏതായാലും വളരെയധികം മോശമായിപ്പോയി. അത് മോശമായ കാര്യം തന്നെയാ. അത് ഒരിക്കലും സപ്പോർട്ട് ചെയ്ത് സംസാരിക്കാൻ പറ്റില്ല. പക്ഷെ രേവതി ചേച്ചി എന്ത് കഴിച്ചു? എടാ നിർത്തിക്കോടാ. രേവതിയുടെ മഹാത്മ്യം എങ്ങാണോ ഇനി ഇവിടെ ആരെങ്കിലും വിളിച്ചു പറഞ്ഞു കഴിഞ്ഞാല് അവക്കെന്താടാ? അവളുടെ സ്വന്തം അനിയനാ അത്. അവളുടെ ചോര അവക്കുമുണ്ട്, അവളുടെ മനസ്സിലുമുണ്ട് കള്ളവും കള്ളത്തരവും കൗശലവും. അവള് കള്ളത്തരവും കൗശലവും മയക്കും ഒക്കെ കാണിച്ചിട്ടല്ലേ എന്റെ ഭർത്താവിനെ മയക്കി ഈ വീട്ടിലേക്ക് കയറി വന്നത്. അപ്പോഴത്തേക്കും നമ്മുടെ രവീന്ദ്രനൊന്നും മിണ്ടാതിരിക്കുകയാണ് കേട്ടോ. രവീന്ദ്രനൊന്നും മിണ്ടാൻ പറ്റണില്ല. കാരണം ചന്ദ്ര പറയുന്നതിൽ ഏകദേശം എന്താ പറയുക, ചന്ദ്ര പറയുന്നത് ശരിയല്ലെങ്കിലും ശരത്ത് ചെയ്തത് മോശമാണ്.
അത് ഉറപ്പായ കാര്യം തന്നെയാണല്ലോ, മോഷ്ടിക്കാൻ പാടില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് രവീന്ദ്രനൊന്നും പറയുന്നില്ല. ഇപ്പം ചന്ദ്രയാണെങ്കിൽ നിങ്ങൾ വായില് എന്താ പഴം വല്ലതും എടുത്ത് വെച്ചിട്ടുണ്ടോ, നിങ്ങൾ എന്താ ഒന്നും മിണ്ടാത്തത്, നിങ്ങൾക്ക് ഇതല്ലായിരുന്നല്ലോ രേവതിനെ കുറിച്ച് പറഞ്ഞാൽ നിങ്ങൾ അങ്ങ് ഏറി പിടിക്കുമായിരുന്നല്ലോ, നിങ്ങൾക്ക് ഇപ്പൊ എന്താ പറ്റിയത്? എന്റെ പൊന്ന് രവിയേട്ടൻ ഇനിയെങ്കിലും ഒന്ന് മനസ്സിലാക്ക്, ഞാൻ പറയുന്നതിൽ കാര്യമുണ്ട് എന്ന്. അവൾ ഈ വീട്ടില് കാലെടുത്ത് കുത്തി അന്ന് തുടങ്ങിയതാണ് ഓരോ കള്ളവും കരകൗശലവും കാണിച്ച് ഇങ്ങനെ ഓരോരുത്തരെ മയക്കി നടക്കാൻ തുടങ്ങിയിട്ട്. ആ എന്നിട്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടോ? ഞാൻ ഇത് ഇത്രയൊക്കെ പറഞ്ഞു തന്നിട്ട് നിങ്ങൾക്ക് മനസ്സിലായോ? നിങ്ങൾക്കൊന്നും മനസ്സിലാവില്ല, നിങ്ങൾക്ക് മനസ്സിലാവത്തില്ല. ഇനിയെങ്കിലും മനസ്സിലാക്കിക്കോ, അവളുടെ കുടുംബവുമായുള്ള അവരുടെ ബന്ധവും എല്ലാം ഉപേക്ഷിക്കുന്ന നല്ലത് എന്ന്. ഈ സമയത്ത് സുധിയും പറഞ്ഞു, അതെ 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 അതെ, അത് തന്നെയാ നല്ലത്, അത് തന്നെയാ നല്ലത്, അതാ മെച്ചം. അവൾ ആരാ സാധനം? എന്റെ ദൈവമേ, അന്ന് ഞാൻ അവളുടെ കഴുത്തിൽ താലി കെട്ടാത്തത് എന്തോ വലിയ ഭാഗ്യം എന്ന് കൂട്ടിക്കൊണ്ടാ മതി. ദൈവമായിട്ട് തന്നെയാ എന്നെ അവള് നോടിപ്പിച്ചത്. അപ്പോഴത്തേക്കും നമ്മുടെ രവീന്ദ്രൻ സുധീനെ ഒന്ന് രൂക്ഷമായിട്ട് നോക്കിട്ടോ, കാരണം കിട്ടിയ അവസരം പാഴാക്കാതെ കിടന്ന് ഭയങ്കര ഡയലോഗ് അടിക്കുന്നുണ്ടല്ലോ. ഇതിൻ്റെ ഇടയിൽ നമ്മുടെ ശ്രുതിയും കൂടി അങ്ങ് തുടങ്ങുകയാണ് കേട്ടോ. അയ്യോ, അല്ലെങ്കിലും എൻ്റെ ഭർത്താവിന് എന്തൊക്കെയായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്, അയ്യോ അവള് വലിയ പുണ്യവതിയല്ലായിരുന്നോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. ഏതായാലും ഈ സമയത്ത് നമ്മുടെ സച്ചിയും രേവതിയും ചന്ദ്രോദയത്ത് വന്ന് കാലുകുത്തുകയാണ്. അങ്ങനെ വണ്ടി വന്ന് നിർത്തുന്നു. രേവതിയും കൂട്ടി അകത്തേക്ക് നമ്മുടെ സച്ചി കയറി വരുമ്പോഴത്തേക്കും, നിക്കടാ അവിടെ, ഇവളെയും കൂട്ടി എങ്ങോട്ടാണോ നീ കയറി വരുന്നത്? ദേ ഇവളെ ഈ പെരക്കകത്തെങ്ങാനും കയറ്റിയാലുണ്ടല്ലോ ഞാൻ വെട്ടി കീറും എല്ലാത്തിനെന്ന്. അപ്പോഴത്തേക്ക് സച്ചി പറഞ്ഞേ, അമ്മ എന്താ ഈ പറയുന്നത്? ഇവിടെ പെരക്കകത്ത് കയറ്റിയിട്ടുണ്ടല്ലോ, അമ്മയ്ക്ക് എന്താ പ്രശ്നം ഇരിക്കുന്നത്? വാ രേവതി, നീ ഇങ്ങോട്ട് കയറി വാ എന്ന് പറഞ്ഞ് രേവതിനെ കൈയും പിടിച്ച് അകത്തേക്ക് കയറ്റി വന്നപ്പോഴത്തേക്കും, ഓ വീണ്ടും നീ എന്താ കാണിക്കാൻ പോകുന്നത്? ഇവളെ ഇവിടെ വെച്ച് പൊറപ്പിക്കാൻ പോകണോ? നാണം ഉണ്ടോടാ നിനക്ക്? നിന്റെ ഭാര്യയൊക്കെ ആയിരിക്കും, പക്ഷേ അവളുടെ അനിയൻ ചെയ്തത് എന്താണെന്ന് നിനക്ക് അറിയാലോ. അതെ, അനിയൻ ചെയ്തത് എന്താണെന്ന് എനിക്ക് വ്യക്തമായിട്ട് അറിയാം. എല്ലാവരോടും കൂടി എനിക്കൊരു കാര്യം പറയാനുള്ളത്, ഇതൊക്കെ ഞാൻ നേരത്തെ അറിഞ്ഞ കാര്യം തന്നെയാണ്. അപ്പോഴത്തേക്ക് ശ്രീകാന്തേ, സച്ചേട്ടൻ ഇതൊക്കെ നേരത്തെ അറിയാമായിരുന്നോ? അപ്പോഴത്തേക്ക് വർഷയും ചോദിച്ചു, സച്ചേട്ടൻ ഇതൊക്കെ നേരത്തെ അറിയെങ്കിൽ എന്തുകൊണ്ട് സച്ചേട്ടൻ വെളിയിൽ പറയാതിരുന്നത്? അത് വെളിയിൽ പറയാതിരുന്നത് ഒരു ചെറുക്കന്റെ ഭാവി, അത് എൻ്റെ ഭാര്യയുടെ അനിയനായിക്കോട്ടെ, എൻ്റെ ഫ്രണ്ടിന്റെ അനിയനായിക്കോട്ടെ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മനുഷ്യക്കുഞ്ഞായിക്കോട്ടെ, ഒരു ചെറുക്കന്റെ ഭാവി കളയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല, അതുകൊണ്ട് ഞാൻ പറഞ്ഞില്ല. പിന്നെ അവൻ ചെയ്തത് തെറ്റൊക്കെ തന്നെയാണ്, പക്ഷെ അതിന്റെ കാരണക്കാരി, അതിന്റെ ഉത്ഭവം അത് ഈ വീട്ടിൽ നിന്ന് തന്നെയാണ്. അവൻ ഒരു ദിവസം പൈസ മോഷ്ടിക്കാതെ ഈ വീട്ടിൽ വന്നപ്പോൾ അവനെ അതുപോലെ അപമാനിച്ചു. അവന്റെ ബാഗെല്ലാം തപ്പി 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 അവന്റെ പോക്കറ്റ് അഴിച്ച് അവന്റെ ഡ്രസ്സ് അഴിച്ച് ഇവിടെ അവനെ അപമാനിച്ച് വിട്ടവരുണ്ട്. അതെന്റെ ഏട്ടനും ഏടത്തിയും അതുപോലെ എന്റെ അമ്മയും ഒക്കെ തന്നെയാണ്. അതുകൊണ്ട് അവന് അന്ന് അത് ചെയ്തു. കാരണം അവന്റെ വാശി. അവന് ഇത്ര വയസ്സേ ഉള്ളൂ, നിങ്ങൾ എല്ലാവരും ഒന്ന് മനസ്സിലാക്കിക്കോ. ഒരുമാതിരി പ്രായവും പക്വതയും എത്താത്തൊരു സമയമാണത്. ആ സമയത്ത് അവനെ ദ്രോഹിച്ചാൽ അവന്റെ മനസ്സിൽ നിന്ന് അത് മാഞ്ഞു പോകത്തില്ല. അത് അവന്റെ മനസ്സിൽ കിടന്നു. അതിന് പകരമായിട്ടാണ് അവൻ അന്ന് മോഷ്ടിച്ചത്. അതിന് അവനെ കുറ്റം പറയാം, അവനെ സപ്പോർട്ട് ചെയ്യാം, അതൊക്കെ ചെയ്യാം. പക്ഷെ ഞാൻ സപ്പോർട്ട് ചെയ്യുന്നില്ല. പക്ഷേ ഇതൊക്കെയാണ് കാര്യങ്ങൾ, ഇതൊക്കെയാണ്. ഇവിടെ നിന്നാണ് അതിന്റെ ഉത്ഭവം. അവന് ഇങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അതിന്റെ കാരണക്കാരി ഈ വീട്ടിൽ തന്നെ ഉണ്ട്, അതെന്റെ അമ്മയാണ് എന്ന് പറഞ്ഞപ്പോഴത്തേക്കും, ഓ ഇനിയിപ്പോ അതെല്ലാം കൂടെ പറഞ്ഞ് എന്റെ മേത്ത് കൊണ്ടിടുക, എന്തുവാടാ നീ പറയുന്നത്? ദേ മിണ്ടാതിരുന്നോ സച്ചി? ന്യായം പിടിക്കുന്നോ? പെണ്ണുമ്പുള്ള വീട്ടുകാർക്ക് ന്യായം പിടിച്ചോണ്ട് വരുന്നോ? ദേ അത് ഇവിടെ നടക്കില്ല കേട്ടോ, ഇവിടെ നടത്തത്തില്ല അത് ഞാന്. അപ്പോഴത്തേക്കുമാണ് നമ്മുടെ സച്ചി രവീന്ദ്രനോട് പറയുന്നത്, എന്റെ അച്ഛനെങ്കിലും ഒന്ന് മനസ്സിലാക്കുക, ആ ചെറുക്കന്റെ ഭാവി പോവില്ലേ? അവൻ ഒരു കോളേജിൽ പഠിക്കുന്ന ചെറുക്കനല്ലേ, അവന് പരീക്ഷയാക്കാൻ പോവാ. അതിന്റെ കൂടെ ഈ കേസും ആ കേസും ഒക്കെ ചുമ്മാ വലിച്ചിളക്കിക്കൊണ്ട് വന്ന് എന്തിനാ വെറുതെ? പിന്നെ അവന്റെ പൈസ അന്ന് ഒരു 1,00,000 രൂപ ഞാൻ ഇവിടെ കൊണ്ട് തന്നില്ലേ, അത് അന്ന് അവൻ മോഷ്ടിച്ച പൈസ തന്നെയാ. ഞാൻ പറഞ്ഞില്ലേ ആ കള്ളൻ തിരിച്ചു കൊടുത്തതാന്ന്. അപ്പൊ അതുകൊണ്ട് അതിൽ ഇനിയിപ്പോ എന്തിനാ വെറുതെ കേസെടുക്കുന്നത്? എന്തിനാ ഇത് ചുമ്മാ കുത്തിപ്പൊക്കിക്കൊണ്ട് വന്ന് നാറ്റിക്കുന്നത്? അതിന്റെ എന്താവശ്യമുള്ളത് എന്ന് പറഞ്ഞപ്പോഴത്തേക്കും വർഷ പറഞ്ഞു, അത് പിന്നെ സച്ചേട്ടാ, ഈ ഒരു കാര്യത്തിൽ മാത്രം സച്ചേട്ടനെ ഞാൻ സപ്പോർട്ട് ചെയ്യത്തില്ല കേട്ടോ. രേവതി ചേച്ചിനെ സപ്പോർട്ട് ചെയ്യത്തില്ല. ഇതന്ന് മുളയിലേ നുള്ളണമായിരുന്നു. അന്ന് ബൈക്ക് മോഷ്ടിച്ചപ്പോഴേ ഇവനെ പോലീസിന് പിടിച്ചേൽപ്പിക്കുകയാണെങ്കിൽ അന്നേ ഇവനത് നിർത്തിയനെ. വീണ്ടും വീണ്ടും ഇവനെ സപ്പോർട്ട് ചെയ്ത് പോലീസിനെ ഏൽപ്പിക്കാതിരുന്നാൽ എന്താ സംഭവിക്കാൻ പോകുന്ന അറിയോ സച്ചേട്ടാ? ഇനി അവൻ വീണ്ടും ഇത് ആവർത്തിക്കും. അതുകൊണ്ട് ഒരു കാര്യം ചെയ്യ് സച്ചേട്ടൻ, ഇത് പോലീസിനെ പിടിപ്പിച്ചു കൊടുക്കുന്നത് തന്നെ നല്ലത്. അതിപ്പം ശരത്താണെങ്കിലും സ്വന്തം അച്ഛനാണെങ്കിലും അമ്മയാണെങ്കിലും അനിയനാണെങ്കിലും ചേട്ടനാണെങ്കിലും ചേട്ടത്തിയാണെങ്കിലും അനിയത്തിയാണെങ്കിലും
തെറ്റ് തന്നെയാണ്. അത് കട്ടിട്ടുണ്ടെങ്കിൽ അത് ശിക്ഷ കിട്ടിയിരിക്കണം, എങ്കിലേ പിന്നെ അത് ആവർത്തിക്കാതിരിക്കത്തുള്ളൂ എന്ന്. അപ്പൊ ശ്രീകാന്ത് പറഞ്ഞു, വർഷ പറയുന്നതിൽ ഞാനും യോജിക്കുന്നുണ്ട്. കാരണം അവൻ അങ്ങനെ ഒരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവന് വാശിപ്പുറത്താണെങ്കിൽ പോലും അത് ചെയ്യാൻ പാടില്ലാത്ത കാര്യമല്ലേ സച്ചേട്ടാ എന്ന്. അപ്പോഴത്തേക്കും ആണെങ്കിൽ നമ്മുടെ സുധി വീണ്ടും പറയാൻ തുടങ്ങി, ഓ വന്നിട്ടുണ്ടല്ലോ നീ. എടാ ഞാനൊരു 50 ലക്ഷം രൂപ എടുത്തോണ്ട് പോയത് എന്റെ അച്ഛന്റെ പോക്കറ്റിൽ നിന്നാ, അല്ലാതെ വേറെ ആരുടെ അടുത്ത് നല്ലല്ലോ. എന്നിട്ട് മാസം 50,000 രൂപ അടയ്ക്കാന്നും പറഞ്ഞ് അത് അടയ്ക്കുന്നുണ്ട്. അതിനുണ്ടൊരു മാന്യത. ഇതെന്ത് മാന്യതയാണ്? കണ്ടോറ വീട്ടിൽ കയറി വന്ന് കണ്ടോറ പിടിച്ചു പറിച്ച്, അയ്യോ എന്തോന്നാ എന്റെ പൊന്ന് സച്ചി, ഇത് നിന്റെ ബെസ്റ്റ് ഭാര്യ വീട്ടുകാർ തന്നെ. എന്തോ ഗുരുത്തം കൊണ്ട് എനിക്ക് അവളെ കിട്ടിയില്ല. അത് നല്ല ഭാഗ്യം ആയിപ്പോയി. അതിനാ നീലിമയോട് നന്ദി പറഞ്ഞാൽ മതിയല്ലോ എന്ന് പറഞ്ഞ് ശ്രുതിയുടെ മുഖത്തേക്കാണ് നോക്കി. ഇതിപ്പോ ശ്രുതി കണ്ണുരുട്ടി ഇങ്ങനെ കാണിച്ചു കേട്ടോ. അപ്പോഴത്തേക്കും പിന്നെ നമ്മുടെ ശ്രുതി ഒന്നും പറയാൻ പോയില്ല. അപ്പൊ സച്ചു പറഞ്ഞു, ഇതേ മിണ്ടാതിരുന്നോണം, നീ കൂടുതൽ ന്യായീകരിക്കൊന്നും വേണ്ട. അയ്യോ 50 ലക്ഷം രൂപ എടുത്തോണ്ട് പോയിട്ട് ന്യായീകരിക്കുന്നു. ദേ ഞാൻ പറഞ്ഞു, എനിക്കറിയാം അണ്ണാക്കി പിരിവെട്ടിയിരിക്കുന്നത് എങ്ങനെയാണെന്ന്. ഞാൻ പറയണോ? ഞാൻ പറയണോ ബാക്കി കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ശ്രുതി അങ്ങോട്ട് ഒതുങ്ങി കേട്ടോ. അപ്പം നമ്മുടെ ചന്ദ്രൻ പറഞ്ഞു, നടക്കില്ലെന്ന് പറഞ്ഞാൽ നടക്കില്ല. ഇവളെ ഈ വീട്ടിൽ താമസിപ്പിക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞാൽ പറ്റില്ല. ഞാൻ ഇവളെ ഈ വീട്ടിൽ താമസിപ്പിക്കത്തില്ല. ഇവൾ ഈ വീട്ടിൽ താമസിക്കുകയാണ് ഇനി ചന്ദ്ര ജീവനോടെ ഈ വീട്ടിൽ ഉണ്ടാകത്തില്ല. അത് ഉറപ്പായ കാര്യം തന്നെയാണ്. അപ്പൊ രവീന്ദ്രൻ പറഞ്ഞു, ദേ ചന്ദ്രേ നീ നിക്ക്. സച്ചി അവൻ ചെയ്ത വലിയൊരു തെറ്റ് തന്നെയാ. എനിക്കതൊരിക്കലും തെറ്റതെന്ന് പറയാൻ പറ്റില്ല. ഞാൻ എല്ലാ പ്രാവശ്യവും രേവതിയുടെ കൂടെ നിന്നിട്ടുണ്ട്, അവളെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇതിപ്പം എനിക്ക് പറ്റില്ല രേവതി മോളെ. സച്ചി എനിക്കിതിപ്പം പറ്റില്ല. കാരണം അവൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവൻ അതിനുള്ള ശിക്ഷ അർഹിക്കുന്നു. ആ ശിക്ഷ അവന് കിട്ടിയിരിക്കണം. എനിക്കത് തന്നെയാ പറയാനുള്ളത്. പിന്നെ എന്റെ കെട്ടിയോൾ ഇവിടെ കിടന്ന് പറയുന്നത് എല്ലാം ശരിയാണെന്ന് ഞാൻ പറയുന്നില്ല. ചന്ദ്രേ, എന്താ ചന്ദ്രൻ നിനക്ക് പ്രശ്നം? രേവതി എന്ത് തെറ്റ് ചെയ്തു? രേവതി തെറ്റൊന്നും ചെയ്തില്ലല്ലോ. രേവതി തെറ്റ് ചെയ്യാത്ത പക്ഷം രേവതി ഇവിടെ താമസിക്കുന്നതിന് എന്താ കുഴപ്പമിരിക്കുന്നത്? രേവതി ഇവിടെ താമസിക്കട്ടെ. അപ്പൊ ശ്രുതിയും പറയുന്നുണ്ട്, അതെ 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 രേവതി അടുത്ത് തെറ്റൊന്നും ചെയ്തിട്ടില്ല, പിന്നെ രേവതി അടുത്ത് ഇവിടെ താമസിക്കട്ടെ. രേവതി അടുത്ത് അനിയൻ തെറ്റ് ചെയ്തതിന് രേവതിയുടെ അടുത്ത് എന്ത് വിളച്ചു എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ആരാ രേവതിയല്ല വർഷയും സപ്പോർട്ട് ചെയ്യാൻ തുടങ്ങി. ഏതായാലും നമ്മുടെ ആരാ സച്ചി പറഞ്ഞു, എന്തൊക്കെ പറഞ്ഞാലും ശരത്തിനെ പോലീസ് കൊണ്ടുപോകത്തില്ല. അത് ഞാനാ പറയുന്നത്. എന്തൊക്കെയാണെങ്കിലും അവനെ രക്ഷിക്കാൻ, എന്റെ ഭാര്യയുടെ വീട്ടുകാരെ രക്ഷിക്കാനുള്ള അവകാശവും കടമയും എന്റെയാണ്. അത് ഞാൻ ചെയ്തിരിക്കും, അത് ഏത് വഴിയാണെങ്കിലും ഞാൻ ചെയ്തിരിക്കും എന്ന് പറഞ്ഞ് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. നമ്മുടെ രേവതി ആണെങ്കിൽ എല്ലാവരുടെയും മുമ്പിൽ കൈകൂപ്പ, ഇതൊരു പ്രശ്നമാക്കി മാറ്റരുത്, ഞാൻ കാല് പിടിച്ച് പറയാം, എന്റെ അനിയന്റെ ഭാവി കളയരുത്, എല്ലാവരും കൂടി ചേർന്ന് എന്റെ അനിയന്റെ ഭാവി നശിപ്പിക്കരുത്, ഞാൻ എന്ത് ശിക്ഷയും ഇതിന് ഏറ്റുവാങ്ങാൻ തയ്യാറാണ്, പക്ഷെ എന്റെ അനിയന്റെ ഭാവി അത് നശിപ്പിക്കരുതെന്ന് പറഞ്ഞ് കൈകൂപ്പി കരയുന്ന ഒരു അവസ്ഥയാണ് കേട്ടോ. അപ്പൊ ഏകദേശം ഈ സീനൊക്കെ കാണിച്ചിട്ടാട്ടോ ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത്. ഞാൻ ഡയലോഗ് വിത്ത് നമുക്കിന്ന് പറയാൻ പറ്റിയില്ല, എന്റെ ഫോണിന് ചെറിയൊരു കംപ്ലൈന്റ് ഉണ്ട് കേട്ടോ. അപ്പൊ അതുകൊണ്ടാണ് നമുക്ക് ഡയലോഗ് അടിച്ച് ഞാൻ പറയാത്തത്. കാരണം എല്ലാ ദിവസവും നമ്മൾ അതേപടി ഡയലോഗ് ഇട്ടാണ്, അതായത് സച്ചി രേവതി പറയുന്ന ഡയലോഗും ചന്ദ്ര പറയുന്ന ഡയലോഗും തെറ്റാതെ നമ്മൾ അതേ ഒരു ഇതിലാണ് പറഞ്ഞു പൊക്കോണ്ടിരിക്കുന്നത്. പക്ഷെ ഇപ്പൊ ഞാൻ പറയുന്ന ഡയലോഗ് ഏകദേശം ഡയലോഗ്സ് ശരിയാണെങ്കിലും ഏകദേശം ഞാൻ പറയുന്ന രീതിയിലാണ് ഞാൻ പറഞ്ഞത് കേട്ടോ കഥയെ. അത് നമ്മുടെ ഫോൺ ശരിയല്ല, അപ്പൊ അതുകൊണ്ടാണ്. അല്ലെങ്കിൽ നമുക്കിപ്പം വീഡിയോസ് ചെയ്യണമെങ്കിൽ എക്സ്ട്രാ ഒരു ഫോൺ കൂടെ വേണം. അപ്പൊ ആ ഫോണ് വെച്ച് നമ്മൾ ഹെഡ്സെറ്റ് ഉപയോഗിച്ചാണ് പറയുന്നത്. അപ്പം എന്റെ ഫോൺ കംപ്ലൈന്റ് ആണ്, അതുകൊണ്ടാണ്. ഏതായാലും നാളെ മുതൽ നമുക്ക് ശരിയാക്കാം കേട്ടോ. അപ്പൊ എല്ലാവർക്കും വീണ്ടും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുകയാണ്. സപ്പോർട്ട് ചെയ്യുക. ആരെങ്കിലും നമ്മുടെ വീഡിയോ കണ്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം. അതിനോടൊപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ആദ്യം കാണുമ്പോൾ തന്നെ മാക്സിമം ഒന്ന് ലൈക്ക് അടിച്ചിട്ട് കയറി വരാൻ വേണ്ടി ശ്രമിക്കണം കേട്ടോ. അപ്പൊ എല്ലാവരും കാത്തിരിക്കുക. അടുത്ത വിശേഷവുമായിട്ട് എത്രയും പെട്ടെന്ന് കാണാം. അപ്പൊ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ.